ജീൻസ് ധരിച്ചെത്തിയതിന് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് നിലവിലെ ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ അയോഗ്യനാക്കി. മത്സരത്തിൽ ജീൻസ് പാടില്ലെന്ന ചട്ടം ലംഘിച്ചതിനാണ് ഫിഡെ താരത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. യുഎസിലെ ന്യൂയോർക്കിൽ വെള്ളിയാഴ്ചയാണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായത്. ഒന്നിലധികം തവണ ലോക ചാമ്പ്യനും നിലവിലെ ലോക റാപ്പിഡ് ബ്ലിറ്റ്സ് ചാമ്പ്യനുമായ മാഗ്നസ് കാൾസനെ ഡ്രസ് കോഡ് ലംഘിച്ചതിന് ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റിൽ നടക്കുന്ന വേൾഡ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ ആണ് പുറത്താക്കിയത്. ജീൻസ് ധരിച്ച് ടൂർണമെന്റിന്റെ ഔപചാരിക വസ്ത്രധാരണ രീതി ജീൻസ് ധരിച്ചതിലൂടെ ലംഘിച്ചിരുന്നുവെന്ന് ഫെഡറേഷൻ വ്യക്തമാക്കിയിരുന്നു. ആദ്യം $200 പിഴ ചുമത്തി, പിന്നീട് ഉടൻ തന്നെ ഔപചാരികമായ വസ്ത്രത്തിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മത്സരത്തിന്റെ 9ാം റൗണ്ടിൽ കാൾസനെ മത്സരിപ്പിക്കേണ്ടെന്ന തീരുമാനവുമായി ഫെഡറേഷൻ മുന്നോട്ടു വന്നു. ഫിഡെ ചീഫ് ആർബിറ്റർ അലക്സ് ഹോൾബാക്സ് ആണ് കാൾസനെ അയോഗ്യനാക്കിയത്. മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ വലിപ്പം ചെറുപ്പം പരിഗണിക്കാതെ നിയമം എല്ലാവർക്കും ബാധകമാണെന്നും നടപ്പിലാക്കുമെന്നും ഫിഡെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ബുദ്ധിശൂന്യമായ തത്വമാണ് ഫിഡെയുടേതെന്നായിരുന്നു കാൾസന്റെ പ്രതികരണവും. ഫിഡെയുടെ തീരുമാനത്തിൽ ദുഃഖമുണ്ടെന്നും എന്നാൽ കൂടുതൽ ഏറ്റുമുട്ടലുകൾക്ക് താല്പര്യമില്ലെന്നും കാൾസൻ പറഞ്ഞു. ഇതിനെതിരെ കുറെ പേർ പിഴ മാത്രം മതിയായിരുന്നു, അയോഗ്യനാക്കേണ്ട ആവശ്യകത ഇല്ലായിരുന്നുവെന്നും ചർച്ച ചെയ്യപ്പെടുന്നു.